ദേശീയപാത വാണിയമ്പാറയിൽ റീടാറിംഗ് നടത്തുന്നതിനായി റോഡ് പൊളിച്ചിട്ടത് അപകടങ്ങൾക്കിടയാക്കുന്നു. അപകടങ്ങൾ തുടർക്കഥയായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷനാളുകളിലെ ലഹരിക്കടത്ത് തടയുന്നതിനായി പരിശോധന കർശനമാക്കി എക്സൈസ്. കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി സംയുക്ത പരിശോധന. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ ഉപയോഗശൂന്യമായ കംഫർട്ട് സ്റ്റേഷൻ ദുരിതമാകുന്നതായി പരാതി. നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഇരിങ്ങാലക്കുട എടക്കുളം പാലത്തിന് സമീപം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. എടക്കുളം സ്വദേശി സാജ്റാമാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത വാണിയമ്പാറയിൽ റീടാറിംഗ് നടത്തുന്നതിനായി റോഡ് പൊളിച്ചിട്ടത് അപകടങ്ങൾക്കിടയാക്കുന്നു. തൃശൂർ ഭാഗത്തുള്ള റോഡിന്റെ കട്ടിംഗാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. ടാറിംഗിനായി റോഡ് കട്ട് ചെയ്ത ഭാഗത്തുകൂടി ഇരുചക്ര വാഹനങ്ങൾ കയറിപ്പോകുന്നതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 2 ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് 4 പേർക്കാണ് പരിക്കേറ്റത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നിടത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ ബാരിയറുകളോ സ്ഥാപിക്കാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയപാതയിൽ കഴിഞ്ഞ 6 ദിവസത്തിനിടെയുണ്ടായ അപകടങ്ങളിൽ 4 പേർ മരിച്ചിരുന്നു. അപകടങ്ങൾ തുടർക്കഥയായതോടെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. ക്രിസ്മസ് പുതുവത്സര ആഘോഷനാളുകളിലെ കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എക്സൈസും അഴീക്കോട് ഫിഷറീസും സംയുക്തമായാണ് ബോട്ട് പട്രോളിംഗും പരിശോധനയും നടത്തിയത്. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരായ ഷൈബു, പ്രശാന്ത് കുമാർ, കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നിരവധി ബോട്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് തീരദേശ പോലീസ് സബ് ഇൻസ്പെക്ടർ VN മണികണ്ഠൻ അറിയിച്ചു. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് അനധികൃത മദ്യവിൽപ്പന ലക്ഷ്യം വെച്ച് കുറ്റിക്കാടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1/2 ലിറ്ററിന്റെ 10 കുപ്പി മദ്യം കുന്നംകുളം എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട ചൂണ്ടൽ സ്വദേശി അറങ്ങാശ്ശേരി വീട്ടിൽ തോമസിനെ അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രതി മദ്യവിൽപ്പന നടത്തിയിരുന്നത്. ഓട്ടോറിക്ഷയിലും ബൈക്കിലും ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്നതും ഇയാളുടെ പതിവാണെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. മദ്യലഭ്യത കുറഞ്ഞ ദിവസങ്ങളിൽ ഇരട്ടി വിലയ്ക്കാണ് മദ്യം വിറ്റിരുന്നത്. പ്രിവന്റീവ് ഓഫീസർമാരായ ശിവശങ്കരൻ, NR രാജു, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, നിധീഷ്, ഡ്രൈവർ സതീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ ഉപയോഗശൂന്യമായ കംഫർട്ട് സ്റ്റേഷനും മാലിന്യം നിറഞ്ഞ പരിസരവും വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കാത്ത നാട്ടിക പഞ്ചായത്ത് അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഉപയോഗശൂന്യമായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാര നടപടിക്ക് CPM ഭരണസമിതി തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തെരുവുനായയെ ആഴ്ചകൾക്ക് മുൻപ് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുഴുവരിച്ച് ദുർഗന്ധം വരിച്ച നിലയിൽ കണ്ടെത്തിയ തെരുവുനായയുടെ ജഡം എടുത്തുമാറ്റി സംസ്കരിക്കാനും നടപടിയുണ്ടായില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്നതാണ് തൃപ്രയാർ ബസ് സ്റ്റാൻഡ്. UDF ഭരണകാലത്ത് നിർമ്മൽ പുരസ്കാരം നേടിയ നാട്ടിക പഞ്ചായത്തിൽ CPM നയിക്കുന്ന ഭരണസമിതി അധികാരമേറ്റപ്പോൾ ചത്ത തെരുവുനായയുടെ ജഡം ഉൾപ്പെടെ മാലിന്യം സംസ്കരിക്കാത്ത കാഴ്ചയാണ് കാണുന്നതെന്ന് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി പറഞ്ഞു. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണവും നവീകരണവും വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന LDF ഭരണസമിതി ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. അത് ഉണങ്ങിപ്പിടിച്ച് മറ്റുള്ള യാത്രക്കാർക്ക് ആരോഗ്യ ഭീതി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് അധംപതിച്ചു പോയിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതൊരു ക്ഷേത്ര നഗരിയാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ശ്രീരാമ ക്ഷേത്രം നിലകൊള്ളുന്ന തൃപ്രയാറിൽ ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. ഈ എടക്കുളം പാലത്തിന് സമീപം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. എടക്കുളം സ്വദേശി കരുവന്ത്ര വീട്ടിൽ കാർത്തികേയൻ മകൻ 51 വയസ്സുള്ള സാജ്റാമാണ് മരിച്ചത്. ഇയാൾ ഓടിച്ചിരുന്ന സ്കൂട്ടറും എതിരെ വന്നിരുന്ന എടക്കുളം സ്വദേശി പുളിയത്ത് വീട്ടിൽ വിപിൻ ഓടിച്ചിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സാജ്റാമിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വിപിൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി നായരങ്ങാടിയിൽ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. നായരങ്ങാടി മുല്ലഖേരി വീട്ടിൽ ചാത്തൻകുട്ടിയുടെ മകൻ 43 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. നവംബർ 30 വീടിനടുത്തെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടെ താഴെ വീഴുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്.
പ്രശസ്ത ഇടക്കവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അസുഖം ബാധിച്ച് ഒരാഴ്ചയോളമായി ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതനായിരുന്നു. ഇടക്ക വിദ്വാനായ തിച്ചൂർ മോഹനൻ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ ഇടക്കയിൽ പ്രമാണിയായിരുന്നു. പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടക്കയിൽ കേരളത്തിലെ പ്രധാനിയാണ് തിച്ചൂർ മോഹനൻ. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രശസ്ത വാദ്യ കലാകാരന്മാർക്കൊപ്പം പഞ്ചവാദ്യത്തിൽ സ്ഥിരം പങ്കാളിയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. വീരശൃംഖല നൽകി ജന്മനാട് തിച്ചൂർ മോഹനനെ ആദരിച്ചിരുന്നു. ഇടക്കവാദനത്തിൽ തൻ്റേതായ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു തിച്ചൂർ മോഹനൻ. ഇടക്കയിൽ ഏകലവ്യനായ തിച്ചൂർ മോഹനന്റെ മാസ്മരിക പ്രകടനം എക്കാലത്തും വാദ്യപ്രേമികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നാലര പതിറ്റാണ്ടോളം കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ഇടയ്ക്കനാഥം കൊണ്ട് കോരിത്തെരിപ്പിച്ച കലാകാരനായിരുന്നു തിച്ചൂർ മോഹനൻ. ഇടയ്ക്ക് അഭ്യസിക്കുന്നതിൽ എടുത്തു പറയാൻ ഗുരുക്കന്മാരില്ലായിരുന്നു എന്നതാണ് മോഹനന്റെ പ്രത്യേകത. കിള്ളിക്കുറിശിമംഗലം കേപ്പാട്ടിൽ പുതുവാട്ടിൽ ഗോവിന്ദൻകുട്ടി പൊതുവാളിന്റെയും തിച്ചൂർ പുതുവാട്ടിൽ ലക്ഷ്മിക്കുട്ടിയുടെയും 3 മക്കളിൽ ഏക മകനാണ് തിച്ചൂർ മോഹനൻ. തിച്ചൂർ അയ്യപ്പക്ഷേത്രത്തിലെ അടിയന്തരത്തിന് അമ്മാവനായ പ്രശസ്ത ചെണ്ടവിദ്വാൻ കൃഷ്ണൻകുട്ടി പൊതുവാളിനെ അനുഗമിച്ചാണ് മോഹനൻ ക്ഷേത്രവാദ്യകലാരംഗത്തേക്ക് കടന്നത്. 9ാമത്തെ വയസ്സിൽ തിച്ചൂർ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ തായമ്പക കൊട്ടി പ്രശസ്തി നേടി. തുടർന്ന് വരവൂർ കുട്ടൻ നായരുടെ കീഴിൽ ചെണ്ടയും പുതുക്കോട് കൊച്ചൻ മാരാർ, വെള്ളിത്തിരുത്തി കുട്ടികൃഷ്ണൻ നായർ, അന്നമനട പരമേശ്വരൻ മാരാർ എന്നിവരുടെ കീഴിൽ തിമില അഭ്യസിച്ചു. പൂക്കാട്ടിരി ദിവാകര പൊതുവാളിന്റെ കീഴിൽ ചെണ്ടയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതോടെ മോഹനൻ കേരളത്തിലെ ശ്രദ്ധേയനായ തായമ്പകക്കാരനായി. എന്നാൽ ഗുരുക്കന്മാരില്ലാതെ കണ്ടും കേട്ടും അറിഞ്ഞും അഭ്യസിച്ച ഇടയ്ക്കവാദനമാണ് തിച്ചൂർ മോഹനനെ പ്രസിദ്ധനാക്കിയത്. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും തിച്ചൂർ മോഹനൻ ഇടയ്ക്കയിൽ വിസ്മയം തീർത്തിട്ടുണ്ട്. പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടയ്ക്കയിൽ കേരളത്തിലെ പ്രധാനിയായിരുന്നു തിച്ചൂർ മോഹനൻ. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ 45 വർഷത്തോളമായി ഇടയ്ക്കയിൽ പ്രധാനിയാണ് ഇദ്ദേഹം. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട്. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ സുവർണമുദ്ര നൽകി ഈ അതുല്യ കലാകാരനെ ആദരിച്ചിട്ടുണ്ട്. 2009 ജന്മനാട് വീരശൃംഖല നൽകിയും ആദരിച്ചു. ഇടയ്ക്കയിൽ മനോധർമ്മ പ്രയോഗങ്ങൾ കൊണ്ട് വാദ്യപ്രേമികളെ ഹരം കൊള്ളിച്ച തിച്ചൂർ മോഹനന്റെ വേർപാട് കലാകേരളത്തിന് തീരാനഷ്ടമാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ഭക്തർ അവിൽ പൊതികളുമായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയ അവിലും പന്തീരടി പൂജയ്ക്ക് നിവേദിച്ചു. നാളികേരം, ശർക്കര, നെയ്യ്, ജീരകം എന്നിവ ചേർത്ത് 3.5 ലക്ഷത്തോളം രൂപയുടെ അവിലാണ് കുഴച്ച് തയ്യാറാക്കിയത്. ഗുരുവായൂരപ്പന് നിവേദിച്ച അവിൽ ഭക്തർക്ക് പ്രസാദമായി നൽകി. അത്താഴ പൂജയ്ക്കും ഭഗവാന് അവിൽ നിവേദിക്കും. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ കുചേല ദിനം ആചരിക്കുന്നത്. കുചേല ദിനത്തോടനുബന്ധിച്ച് ഭക്തർ കുചേലന്റെയും കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ് ദർശനത്തിന് എത്തിയിരുന്നു. ദേശീയപാതയിലെ കൊരട്ടി മേഖലയിൽ 3 അടിപ്പാതകൾ നിർമ്മിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ലക്ഷ്യമെന്ന് RJD ജില്ലാ പ്രസിഡന്റ് യൂജിൻ മോറേലി. ചാലക്കുടി അടിപ്പാത നിർമ്മാണത്തിലെ മണ്ണ് മാഫിയ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നും RJD ആരോപിച്ചു. കൊരട്ടി, ചിറങ്ങര, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അടിപ്പാതകൾക്ക് ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ആവശ്യമായി വരും. പരിസരലോല പ്രദേശങ്ങളായ മലയോരങ്ങളാണ് ഇക്കൂട്ടർ ലക്ഷ്യമിടുന്നത്. നിസ്സാര തുകയ്ക്ക് മാന്തിയെടുക്കുന്ന മണ്ണ് വലിയ തുകയ്ക്ക് എത്തിക്കുകയാണ് ഇതിന്റെ പിന്നിലെ തന്ത്രം. അധികം മണ്ണ് ആവശ്യമില്ലാത്ത മേൽപ്പാലങ്ങളാണ് ദേശീയപാതയിൽ ആവശ്യമെന്നും യൂജിൻ മൊറേലി പറഞ്ഞു. ഈ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അടിപ്പാതയല്ല, മേൽപ്പാത, ഫ്ലൈ ഓവർ വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കുചേല ദിനം ആഘോഷിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ 750 കിലോ അവിൽ ഭഗവാന് നിവേദിച്ചു. ക്ഷേത്ര മേൽശാന്തി ദിനേശൻ നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് നിവേദ്യം വിതരണം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദരമേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു.
കുന്നംകുളം തിരുത്തിക്കാട് വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തിരുത്തിക്കാട് സ്വദേശി കണ്ടിറ്റ് വീട്ടിൽ അർജുനനാണ് കുത്തേറ്റത്. കിഴൂർ സ്വദേശി അമലാണ് തന്നെ ആക്രമിച്ചതെന്ന് അർജുൻ പറഞ്ഞു. കിഴൂർ പൂരവുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അർജുൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് അതിക്രമത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. വലപ്പാട്, നാട്ടിക, തളിക്കുളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത പോലീസ് സ്റ്റേഷൻ മാർച്ച് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ നേതൃത്വം നൽകി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EM ഉമർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരിയിൽ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് വടക്കാഞ്ചേരി പുഴപാലത്തിന് സമീപം പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. DCC ജനറൽ സെക്രട്ടറിമാരായ K അജിത് കുമാർ, ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നഗരകേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്ത് റോഡിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പാവറട്ടി പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് റോഡിലിരുന്ന് പ്രതിഷേധിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുമായി ഉന്തും തള്ളും നടന്നു. പ്രതിഷേധിച്ച 15 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ചാലക്കുടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഫയർ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചാലക്കുടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ഷിബു ആലപ്പൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷന് മുന്നിലെ റോഡിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ഗതാഗതം തടഞ്ഞു നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് വടക്കേനടയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. KPCC അംഗം MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചേലക്കര, പങ്ങാരപ്പള്ളി, കൊണ്ടാഴി എന്നീ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോലീസ് തടഞ്ഞു. DCC ജനറൽ സെക്രട്ടറി E വേണുഗോപാല മേനോൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. OBC കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സ്കൂളിന് മുമ്പിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. കയ്പമംഗലം, ചന്ദ്രാപിന്നി, എടത്തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കൂരിക്കുഴി 18 മുറി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കയ്പമംഗലം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CJ ജോഷി അധ്യക്ഷനായി. ചേർപ്പ്, പാറളം, ചാഴൂർ, അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ചേർപ്പ് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ KPCC അംഗം KK കൊച്ചുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. കാട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ
യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ അധ്യക്ഷനായിരുന്നു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഓൾ ബ്യൂറോസ് TCV. അന്തിക്കാട് താന്നി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷനായിരുന്നു. ആൻഡോ തുറയൻ, VK പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷനായിരുന്നു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനവും മാർച്ചും നടത്തി. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് ഷൊർണൂർ തൃശൂർ ഹൈവേയിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷനായിരുന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നവകേരള സദസ്സിന് വേദിയായ പന്തൽ നിലംപൊത്തി. ശക്തമായ കാറ്റിനെ തുടർന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു പന്തൽ നിലംപൊത്തിയത്. അപകടത്തിൽ 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. നവകേരള കമ്മീഷൻ അംഗമായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസിനെ സർക്കാർ നോമിനേറ്റ് ചെയ്തു. ഒരു ചെയർമാൻ, 2 വൈസ് ചെയർമാൻമാർ, 7 അംഗങ്ങൾ തുടങ്ങിയതാണ് കമ്മീഷൻ. ഇതിൽ ഒരു അംഗമായാണ് കേരള നഗരസഭാ ചേംബറിന്റെ ചെയർമാൻ കൂടിയായ കൃഷ്ണദാസിനെ തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു കമ്മീഷന് രൂപം നൽകിയത്. നവകേരള നഗരവികസന നയം ആവിഷ്കരിക്കുന്നതിനായാണ് കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. നഗരവൽക്കരണത്തെക്കുറിച്ചുള്ള ആഗോള കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിനാണ് കമ്മീഷൻ പ്രവർത്തിക്കുക. വീടിന്റെ മുറ്റത്ത് സൂക്ഷിച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ചവരെ ചേലക്കര പോലീസ് പിടികൂടി. മായന്നൂർ ചിറങ്കര പീടികപ്പറമ്പിൽ അഖിൽ, കണിമംഗലം വട്ടപ്പിന്നി പുളിക്കപ്പറമ്പിൽ മുക്തി മുഹമ്മദ് ഇസ്ര, ഉല്ലൂർ അഞ്ചേരി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജീഷ് എന്നിവരെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ 3 പേരും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 10ഓളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ബന്ധുവീട്ടിൽ നിന്നും 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും താലിയും മോഷ്ടിച്ച യുവാവിനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെന്മേനാട് പുതുവീട്ടിൽ ഹിഷാമാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ നവംബർ 25-നാണ് സംഭവം. ബന്ധുവീട്ടിൽ സന്ദർശനത്തിനെത്തിയ യുവാവ് അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച് ഒളിവിൽ പോവുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചരിത്രപ്രസിദ്ധമായ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറി. തെക്കേടത്ത് ക്ഷേത്രത്തിൽ തന്ത്രി താമരശ്ശേരി മേക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരി കൊടിയേറ്റി. വടക്കേടത്ത് ക്ഷേത്രത്തിൽ തന്ത്രി അമ്പഴക്കാട്ട് മേക്കാട്ട് രാമൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ എല്ലാ ദിവസവും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ തിരുവാതിരക്കളി വഴിപാടായി അവതരിപ്പിക്കും. വ്യാഴാഴ്ച മുതൽ രാവിലെ വടക്കേടത്ത് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥക്കുളത്തിലേക്ക് നീരാട്ട് യാത്രയും നീരാട്ടും നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വിവിധ ക്ഷേത്ര കലകളുടെ അവതരണം എന്നിവ ഉണ്ടായിരിക്കും. ഡിസംബർ 24 കാർത്തിക ആഘോഷത്തിന്റെ ഭാഗമായി 10 ആനകളെ അണിനിരത്തി ശീവേലിയും, വൈകിട്ട് കാഴ്ച ശീവേലിയും, തുടർന്ന് കാർത്തിക ദീപക്കാഴ്ചയും നടക്കും. 27 തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി ആറാട്ട്, കൊടിക്കൽപ്പറ, തിരുവാതിര സദ്യ എന്നിവ നടക്കും. കുന്നംകുളം കാണിയാമ്പാൽ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത റോഡിലെ പൈപ്പാണ് പൊട്ടിയത്. കാലങ്ങളേറെയായി സഞ്ചാരയോഗ്യമല്ലാതായി കിടന്നിരുന്ന റോഡ് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ടാർ ചെയ്തത്. റോഡിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ടാർ ഇളകിയാണ് വെള്ളം ഒഴുകുന്നത്. കാണിയാമ്പാൽ റോഡിൽ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അതേസമയം ജല അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പൈപ്പ് പൊട്ടിയതിന് കാരണമായതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് വീണ്ടും പൊളിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. കുന്നംകുളം നഗരസഭയിലെ 37 വാർഡുകളിലെയും വീടുകൾ ഒഴികെയുള്ളവയുടെ ഡിജിറ്റലൈസേഷൻ തയ്യാറാക്കിയതിന്റെ ആദ്യഘട്ട അസറ്റ് മാപ്പിംഗ് അവതരണം നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്നു. തിരുവനന്തപുരം കാരക്കുളം ഗ്രാമീണ പഠന കേന്ദ്രം 4 മാസമെടുത്താണ് കൗൺസിലർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അസറ്റ് മാപ്പിംഗ് തയ്യാറാക്കിയത്. നഗരസഭയുടെ വാർഡ് തിരിച്ചുള്ള അതിർത്തി നിർണയം, നദികൾ, റോഡ്, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, പൊതുകിണറുകൾ, കുളങ്ങൾ, തെരുവ് വിളക്കുകൾ, അംഗനവാടികൾ എന്നിവയുടെ വിവരങ്ങളാണ് ഡിജിറ്റലായി തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ, ചാവക്കാട് എന്നിവിടങ്ങളിൽ അസറ്റ് മാപ്പിംഗ് മുഴുവനായും തയ്യാറായിട്ടുണ്ട്.
പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ 12 വർഷം ജോലി ചെയ്ത സെക്രട്ടറിയെ പിരിച്ചുവിടാനുള്ള ഭരണസമിതി നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡയറി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. സെക്രട്ടറി KS സന്ധ്യയെ ഒറ്റപ്പെടുത്തി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ക്ഷീരവികസന വകുപ്പ് കാഴ്ചക്കാരായി തുടരുകയാണെന്ന് യൂണിയൻ ജില്ലാ നേതാക്കൾ ആരോപിച്ചു. മാർച്ചിന് ശേഷം നടത്തിയ ധർണ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് CK പ്രശോഭനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MR സോമൻ അധ്യക്ഷനായി. സെക്രട്ടറി ജോയ് കുറ്റിപ്പുഴ, സംസ്ഥാന സെക്രട്ടറി P മുരളി, ഡേവിസ് കണ്ണൂക്കാടൻ, ED സാബു എന്നിവർ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ സീനിയർ വൈദികരായ ഫാദർ ജോൺ ഉറുമ്പിൽ, ഫാദർ ജോസഫ് തോലത്ത് എന്നിവരെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത കോർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. പ്രഭാത നമസ്കാരത്തോടുകൂടി ശുശ്രൂഷകൾക്ക് തുടക്കമായി. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ കോർ എപ്പിസ്കോപ്പ സ്ഥാനാരോഹണ ശുശ്രൂഷ നടന്നു. തുടർന്ന് അനുമോദന സമ്മേളനം നടത്തി. 30 വർഷത്തിന് ശേഷമാണ് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയം കോർ എപ്പിസ്കോപ്പ സ്ഥാനാരോഹണത്തിന് വേദിയാകുന്നത്. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങൾ പാനം ചെയ്തു ഞാനിപ്പോൾ അഭിഭാഷക ക്ഷേമനിധിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 40 വർഷം പ്രാക്ടീസ് പൂർത്തിയായവർക്ക് മാത്രമേ വിരമിക്കുമ്പോൾ 10 ലക്ഷം രൂപ ലഭിക്കുകയുള്ളൂ എന്ന നിയമവ്യവസ്ഥ എടുത്തു മാറ്റണമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് C ജോബ് ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷനായി. അഭിഭാഷകരായ PI ലോനപ്പൻ, OP സലീം, രഞ്ജിത്ത് താണിക്കൽ, നസീറ ഉസ്മാൻ, അഡ്വക്കേറ്റ് മായാദാസ് എന്നിവർ സംസാരിച്ചു. ഗവർണർക്കെതിരെ മാളയിൽ AIYF കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് കോലം കത്തിച്ചത്. മണ്ഡലം പ്രസിഡന്റ് രമ്യ ശ്രീജേഷ്, സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെ വിഷമിക്കുന്നവർക്ക് കൈത്താങ്ങായി പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊടകരയിലെ മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ. രക്ഷിതാക്കളുടെയും സുമനസുകളുടെയും സഹായത്തോടെ സ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ള ഡ്രസ് ബാങ്കിൽ സമാഹരിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യക്കാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം നീക്കിവെച്ചിട്ടുള്ള വിദ്യാലയമാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂൾ. ബുധനാഴ്ച തോറും ചാരിറ്റി ഡേ ആയി ഇവിടെ ആചരിക്കുന്നു. സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള കോയിൻ ബോക്സിൽ കുട്ടികളും രക്ഷിതാക്കളും നിക്ഷേപിക്കുന്ന പണം സമാഹരിച്ച് നിർധന കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ ഈ വിദ്യാലയത്തിൽ നടത്തിവരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഡ്രസ് ബാങ്കിന് രൂപം നൽകിയതെന്ന് പ്രധാനാധ്യാപിക PS സീമ പറഞ്ഞു. നേരത്തെ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്ന പോലെ തന്നെ പലർക്കും വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് ചുറ്റുപാടുകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ വളരെ നല്ലൊരു സ്വീകാര്യതയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. ഏകദേശം 1 മാസത്തെ പ്രയത്നം കൊണ്ട് നമുക്ക് 1 വയസ്സ് മുതൽ മുതിർന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾ വരെ ശേഖരിക്കാനായിട്ട് കഴിഞ്ഞു. വീടുകളിൽ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും വസ്ത്രങ്ങൾ ആർക്കു വേണമെങ്കിലും സ്കൂളിലെ ഡ്രസ് ബാങ്കിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും. ഉപയോഗിച്ച് പഴകിയതോ കേടുവന്നതോ അല്ലാതെ പാകമാകാത്തതിനാലും നിറം ഇഷ്ടമാകാത്തതിനാലും മാറ്റിവെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഡ്രസ് ബാങ്കിൽ സ്വീകരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ആവശ്യം കഴിയുമ്പോൾ കൊണ്ട് കളയേണ്ട സ്ഥലമല്ല നമ്മുടെ ഡ്രസ് ബാങ്ക്. പകരം നമ്മൾക്ക് കിട്ടുന്ന ചില ഗിഫ്റ്റുകൾ കിട്ടുന്ന ഡ്രസ്സുകൾ, നമ്മുടെ ഒരു വട്ടം ഉപയോഗിച്ച് ചിലപ്പോൾ പാകം ആവാത്ത ഡ്രസ്സുകൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അതിനാവശ്യക്കാർക്ക് ഇവിടെ വന്ന് സൗജന്യമായി നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് 10 മണി മുതൽ 12 മണി വരെ സൗജന്യമായി നമുക്ക് ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. ആർക്കെങ്കിലും നമ്മുടെ കൈവശം ഇനിയും ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അനാവശ്യ വസ്തുവായിട്ടല്ല കണക്കാക്കേണ്ടത്. അതിന് മറ്റുള്ളവരുടെ അവശ്യ വസ്തുവായിട്ടാണ് ഡ്രസ് ബാങ്കിൽ എത്തുമ്പോൾ ആ ഡ്രസ്സ് മാറുന്നത്. ഒട്ടേറെ വസ്ത്രങ്ങൾ ഇതിനകം സംഭാവനയായി ലഭിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളാണ് ശേഖരത്തിൽ കൂടുതലായുള്ളത്. വസ്ത്രങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആർക്കും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ കഴിയും. ഡ്രസ് ബാങ്കിൻ്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർവഹിക്കും. TCV ന്യൂസ്, കൊടകര. ദേശീയ ഗണിത ദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടനെല്ലൂർ ശ്രീ
അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗവും ഇരിങ്ങാലക്കുട മാധവ ഗണിത കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന ദ്വിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം എ വിനോദ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് മനോജ് അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ ടി എസ് ബാലസുബ്രഹ്മണ്യൻ, ഡോക്ടർ രാജശേഖർ പി വൈക്കം, വിനോദ് എം നമ്പ്യാർ, ഇരിങ്ങാലക്കുട വിനോദ് വാര്യർ എന്നിവർ സംസാരിച്ചു. വെലൂപ്പാടം സെന്റ് പയസ് കോൺവെന്റ് യു പി സ്കൂളിലെ പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ എം.എൽ.എ. നിർവഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ്, പഞ്ചായത്ത് അംഗം കലാപ്രിയ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കങ്കര പഞ്ചായത്തും തെക്കങ്കര കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് രോഗികൾക്കുള്ള ധനസഹായാർത്ഥം കടകളിൽ സ്ഥാപിക്കുന്ന ബോക്സിന്റെയും പുതിയ ലോഗോയുടെയും പ്രകാശനവും എം.എൽ.എ. നിർവഹിച്ചു. തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ 2023 ഡോക്ടർ അംബേദ്കർ എക്സലൻസി നാഷണൽ അവാർഡ് ലഭിച്ച യുവ കലാസാഹിതി UAE കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റും ചന്ദ്രാപ്പനി സ്വദേശിയുമായ സുഭാഷ് ദാസിനെ ആദരിച്ചു. കഴിഞ്ഞ 26 വർഷമായി UAEയിലെ കലാസാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനകളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. CPI എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയും യുവ കലാസാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഇ ടി ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. യുവ കലാസാഹിതി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷനായിരുന്നു. ടി.എൻ. തിലകൻ, സോമൻ താമരക്കുളം, ഇ.ആർ. ജോഷി എന്നിവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് എം.എച്ച്. റഫീഖ് നയിക്കുന്ന പ്രക്ഷോഭയാത്രയ്ക്ക് എരുമപ്പെട്ടിയിൽ തുടക്കമായി. കേരളത്തിന്റെ ജാതി സെൻസസ് നടത്തുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭയാത്ര നടത്തുന്നത്. എരുമപ്പെട്ടി സെന്ററിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.എസ്. നവാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി എം.എ. കമറുദ്ദീൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ അക്സൻ, വ്യൂമൺ ജസ്റ്റിസ് സംസ്ഥാന സമിതി അംഗം സുലേഖ അസീസ്, കെ.ബി. സുരേഷ്, ഷമീറ നാസർ എന്നിവർ സംസാരിച്ചു. തൃശൂർ വിമല കോളേജിലെ അധ്യാപികയായിരുന്ന പ്രൊഫസർ സീതക്കുട്ടി രചിച്ച സീതായനം എന്ന ആത്മകഥയുടെ പ്രകാശനം നടന്നു. മുക്കാട്ടുകരയിലെ എഴുത്തുകാരൻ JR പ്രസാദ് വിമല കോളേജ് മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ് ധീരയ്ക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. മുക്കാട്ടുകര NSS കരയോഗം പ്രസിഡന്റ് ദേവരാജൻ കൊച്ചാട്ടിൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സ്മിത തരകത്ത്, പ്രൊഫസർ സീതക്കുട്ടി, E.D. ജോണി തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് 250-ൽ പരം നാടക കലാകാരന്മാരെ ഉൾപ്പെടുത്തി മെഗാ നാടകം ഒരുക്കുന്നു. നാടക, സിനിമ, സീരിയൽ സംവിധായകനും നടനുമായ മാർട്ടിൻ ചാലിശ്ശേരിയാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. സഹസംവിധായകനായി ജയൻ അവണൂരും രംഗത്തുണ്ട്. യുവത്വം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കലാപ്രവർത്തനങ്ങളിലൂടെ നല്ല പൗരന്മാരാക്കി വളർത്താൻ ഇതുപോലെയുള്ള അരങ്ങുകൾക്ക് കഴിയുമെന്ന് മാർട്ടിൻ ചാലിശ്ശേരി പറഞ്ഞു. 60 അടി സ്റ്റേജും ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനവും 20,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റവും വസ്ത്രാലങ്കാരവും ഡബ്ബിംഗും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് മെഗാ ബൈബിൾ നാടകം പാതുവ സൂര്യൻ ദേവാലയത്തിൽ അരങ്ങിലെത്തുന്നത്. 2024 ജനുവരി 11 വ്യാഴാഴ്ച വൈകിട്ട് 7-നാണ് നാടകം അവതരിപ്പിക്കുന്നത്. 1.5 മാസമായി കലാകാരന്മാർ നാടക പരിശീലനത്തിലാണ്. മച്ചാട് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി നാടകത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ വിനു പീറ്റർ, കൈക്കാരന്മാരായ ജിജോ ജോസ്, ഫ്രാൻസിസ് ചെറുവത്തൂർ, ജിജോ ജോണി, സോണി മുരിങ്ങാത്തേരി, പ്രോഗ്രാം കൺവീനർ ഡെന്നി കല്ലൂപ്പറമ്പിൽ എന്നിവർ ഉൾപ്പെടെ നിരവധി പേരാണ് നാടകം അരങ്ങിലെത്തിക്കാൻ രാവും പകലും പരിശ്രമിക്കുന്നത്. TCV വടക്കാഞ്ചേരി. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിന് കലശമാടി. മുണ്ടത്തിക്കോട് കണ്ണച്ചാട്ടിൽ വീട്ടിൽ രാജേഷ് നായരാണ് പുതിയ കോമരമായി ചുമതലയേറ്റത്. 41 ദിവസത്തെ ഭജനമിരിക്കൽ ചടങ്ങിന് ശേഷമാണ് കലശമാടി കോമരമായി അവരോധിച്ചത്. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ജയചന്ദ്രൻ എമ്പ്രാന്തിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്.
ദേശീയപാത വാണിയമ്പാറയിൽ റീടാറിംഗ് നടത്തുന്നതിനായി റോഡ് പൊളിച്ചിട്ടത് അപകടങ്ങൾക്കിടയാക്കുന്നു. അപകടങ്ങൾ തുടർക്കഥയായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷനാളുകളിലെ ലഹരിക്കടത്ത് തടയുന്നതിനായി പരിശോധന കർശനമാക്കിയ എക്സൈസ്. കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി സംയുക്ത പരിശോധന. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ ഉപയോഗശൂന്യമായ കംഫർട്ട് സ്റ്റേഷൻ ദുരിതമാകുന്നതായി പരാതി. നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഇരിങ്ങാലക്കുട എടക്കുളം പാലത്തിന് സമീപം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. എടക്കുളം സ്വദേശി സാജ്റാമാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.